ആസിഫ് അലി രമേശ് നാരായണൻ വിഷയം സംഭവം സോഷ്യൽ മീഡിയയിൽ കയറി കൊളുത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാൻ ഇതിനെക്കുറിച്ചുള്ള വീഡിയോസ് ഇങ്ങനെ ഒരുപാട് കണ്ടു. കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത് നമ്മൾ ഒരുപാട് പേര് എല്ലാവരും രമേശ് നാരായണനെ കുറ്റം പറയുന്ന രീതിയിലോട്ടാണ് കൊണ്ടുപോകുന്നത്. ആസിഫ് അലിയെ അപമാനിച്ചു എന്നുള്ളതൊക്കെ. അപ്പോൾ പുള്ളി അതിനകത്തുള്ള വിശദീകരണ കാര്യങ്ങളൊക്കെ രമേശ് നാരായണൻ പുള്ളി തന്നിട്ടുണ്ട്. പക്ഷേ ഈ വീഡിയോ ഒരുപാട് റിപ്പീറ്റ് ചെയ്ത് കണ്ടപ്പോഴും എനിക്ക് മനസ്സിലായത് മൊത്തത്തിൽ ആ സംഘാടക സമിതിയിൽ അത് അവരെ സംഘടിപ്പിക്കുന്ന രീതിയിലെല്ലാം ഫുൾ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ളൊരു സംഭവമാണ്. അവർ ആദ്യം മഹേഷ് നാരായണൻ എന്ന് പറയുന്നു, പിന്നെ സന്തോഷ് നാരായണൻ എന്ന് പറയുന്നു, പിന്നെയാണ് രമേശ് നാരായണൻ എന്ന് പറയുന്നത്. പെട്ടെന്ന് ഈ ആസിഫ് അലി കൊടുത്തതിന് ശേഷമാണ്, ഈ അവാർഡ് കൊടുത്തതിന് ശേഷമാണ് ആസിഫ് അലി അവാർഡ് കൈമാറുന്നു എന്ന് പറയുന്നത്. പിന്നെ പെട്ടെന്ന് അതിന് തൊട്ട് മുമ്പ് ഉള്ളൊരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് തൊട്ട് മുമ്പ് ഒരു വിഷയം ഉണ്ടായി. അതായത് ജയരാജ് MTയുടെ അദ്ദേഹത്തിൻ്റെ കഥകൾ തിരക്കഥകൾ വെച്ചിട്ടുള്ളൊരു ഫിലിം ബേസ്ഡ് ആയിട്ടുള്ള ഒരുപാട് സിനിമകൾ വെച്ചിട്ടുള്ളതാണ്. അതിൽ ഒരു സിനിമ ജയരാജ് അദ്ദേഹമാണ് സംവിധാനം ചെയ്തിരിക്കുന്നത്. അതിൽ സംഗീതം കൊടുത്തിരിക്കുന്നത് രമേശ് നാരായണനാണ്. അപ്പോൾ അവരുടെ ആ ഒരു ടീം, ഓരോ സിനിമകളുടെയും ഓരോ ടീമിനെ വേദിയിലേക്ക് ക്ഷണിച്ചപ്പോൾ അതിൽ രമേശ് നാരായണൻ അദ്ദേഹത്തെ ക്ഷണിച്ചില്ല. അപ്പോൾ അതിൽ ഫുള്ളി അപ്സെറ്റായിട്ട് പുള്ളി ഇരിക്കുകയായിരുന്നു. അങ്ങനെ അറിയാമല്ലോ, ഇങ്ങനെയൊക്കെ ഒരു ഇതിലേക്ക് വിളിക്കില്ല എന്ന് പറയുമ്പോൾ പെട്ടെന്ന് അവർ ഒരു അത്രയും സംഗീതമൊക്കെ ചെയ്തു വെച്ചിരിക്കുന്ന അവരുടെ ഉള്ളിലുള്ള ഞാനെന്ന ഭാവം പെട്ടെന്ന് വരും. അപ്പോൾ അവർ പോകാനുള്ള തയ്യാറെടുപ്പായി. ഇപ്പം എന്നെ വിളിച്ചില്ലല്ലോ എന്നുള്ളത് പുള്ളി തന്നെ അത് ഇതിൽ പറയുന്നുണ്ട്, അതിൻ്റെ വിശദീകരണത്തിൽ പറയുന്നുണ്ട്. അപ്സെറ്റായി തൊട്ടടുത്ത് നിന്ന് അവരുടെ അടുത്ത് പറഞ്ഞു, ഞാൻ പോവുകയാണ്, എനിക്ക് ട്രിവാൻഡ്രത്തേക്ക് പോകണമെന്ന്. അപ്പോൾ ആ കൂടെ ഇരുന്ന ആ ഒരു ലേഡി, ഇതിൻ്റെ സംഘടന സമിതിയിലുള്ളവർ പെട്ടെന്ന് സ്റ്റേജിലേക്ക് കയറുകയും പറഞ്ഞു, രമേശ് നാരായണൻ അദ്ദേഹത്തെ വിളിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പം അതിനുശേഷം അവർ അനൗൺസ് ചെയ്യുന്നത്, ആങ്കർ കോമ്പയർ അനൗൺസ് ചെയ്യുന്നത് ക്ഷമാപണം പറഞ്ഞുകൊണ്ടാണ്. അദ്ദേഹത്തെ വിളിക്കാത്തതിൽ ക്ഷമാപണം പറഞ്ഞുകൊണ്ട് ഒരു കാര്യം ഇങ്ങനെ ജസ്റ്റ് പറയുകയാണ്. അപ്പോഴാണ് ഈ ആസിഫ് അലി മൊമെൻറ്റോ കൊണ്ട് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് വരുന്നത്. അപ്പോൾ ഈ മൊമെൻറ്റോ പെട്ടെന്ന് ആസിഫ് അലി ഇദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ ഇദ്ദേഹം നോക്കിയപ്പോൾ ആസിഫ് അലി ഒരു അവാർഡും കൊണ്ടുവരുന്നു. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഒരു പെട്ടെന്നൊരു ഭാവം, നേരത്തെ ഉള്ള ഒരു വേദിയിലേക്ക് ക്ഷണിക്കാത്തതിൻ്റെ പ്രശ്നവും എല്ലാം പെട്ടെന്ന് നോക്കിയപ്പോൾ ആസിഫ് അലിയാണ് അവാർഡ് തരുന്നത്. അല്ലെങ്കിൽ ഞാൻ ഒരു വലിയൊരു സംഗീത സംവിധായകനാണ്, ആസിഫ് അലി അവാർഡ് തരുന്നു. അപ്പോൾ അതിലൊന്നും ഒരു കാര്യമല്ല. പക്ഷേ എന്താണ് പുള്ളിക്കാരന് തോന്നിയെന്ന് അറിയില്ല. പുള്ളി അത് സ്വീകരിക്കണമായിരുന്നു, യഥാർത്ഥത്തിൽ അത് ജസ്റ്റ് സ്വീകരിക്കണമായിരുന്നു. അപ്പോൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പറയുന്നുണ്ട് ആസിഫ് അലി ഇതുപോലെ മഹേഷ് നാരായണൻ എന്തോ പറയുന്നത്, സന്തോഷ് നാരായണൻ അങ്ങനെ പറയുന്നത്. അപ്പം അവാർഡ് തരുന്നു, സ്വീകരിക്കണമായിരുന്നു. പക്ഷേ അദ്ദേഹം ഒരു വലത് കയറി ജസ്റ്റ് ഇങ്ങനെ വാങ്ങിച്ചതിന് ശേഷം വെയിറ്റ് ചെയ്യണം. അപ്പോൾ ജയരാജ് ആണല്ലോ ഈ സിനിമയുടെ സംവിധായകൻ. അപ്പോൾ അദ്ദേഹം കൂടെ ഇതിനകത്ത് വരണമെന്നുള്ളൊരു പുള്ളിക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരിക്കും. പൊതുവേ അങ്ങനെ ഈ സംഗീത സംവിധാനമൊക്കെ അവർക്ക് ഇങ്ങനെ ഉയർന്നതിൽ ഭയങ്കര ഈ സംഗീത സംവിധാനം ചെയ്യുന്ന ആൾക്കാരൊക്കെ അങ്ങനെ ഉണ്ടാവാം. അപ്പം ജയരാജ് അദ്ദേഹം വരണമെന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഇപ്പോൾ ഈ ജയരാജ് അദ്ദേഹത്തെ വിളിക്കുന്ന സമയത്ത് ഈ എന്തായാലും ആസിഫ് അലി അദ്ദേഹത്തിന് പെട്ടെന്ന് അത് ഇൻസൾട്ടായി. അതൊരു യാഥാർത്ഥ്യമാണ്. കാരണം ആസിഫ് അലിക്ക് ഇതറിയുന്നില്ലല്ലോ. പുള്ളി ഇങ്ങനെ ഒരുപാട് നേരം വെയിറ്റ് ചെയ്യണം. ഒരു അവാർഡ് ഇങ്ങനെ ജസ്റ്റ് കൊടുത്ത ഒരു വളരെ താഴ്മയോടുകൂടിയാണ് അവാർഡ് കൊടുക്കുന്നത്. അപ്പോൾ അത് ഒരു വലത് കയറി ജസ്റ്റ് വാങ്ങിച്ചു. ഇപ്പോൾ തോൾ തട്ടുന്നൊക്കെ മാഷ് തരാൻ പറഞ്ഞു, അതൊന്നും തട്ടുന്നില്ല. ജയരാജ് അദ്ദേഹത്തിനാണ് വിളിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തെ വിളിക്കുന്ന ആ ഒരു ടൈം കുറേ കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്തായാലും ആസിഫ് അലിക്ക് അത് വലിയൊരു ഇൻസൾട്ടായിട്ട് തോന്നി. അത് രമേശ് നാരായണൻ അദ്ദേഹം ഉള്ളിൽ ചിന്തിച്ചുകൊണ്ട് ചെയ്തതാണോ, അല്ലെങ്കിൽ അവിടെ ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചു പോയതാണോ എന്നുള്ളത് അറിയില്ല. പക്ഷേ ആസിഫ് അലിയെ സംബന്ധിച്ചിടത്തോളം അതൊരു ഇൻസൾട്ടായിട്ട് തോന്നിപ്പോകും. അത് ആർക്കായാലും തോന്നിപ്പോകും. അതാണ് അവിടെ സംഭവിച്ചത്. അതാണ് അവിടെ ഒരു യാഥാർത്ഥ്യം ഉണ്ടായത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ ആസിഫ് അലി നേരെ തിരിച്ച് ബാക്കാവുന്നു, പോയി കസേരയിലിരിക്കുന്നു. അപ്പോൾ എന്നതിന് ശേഷം ഇദ്ദേഹം ജയരാജനെ വിളിച്ചതിന് ശേഷം ഈ അവാർഡിനെ മുന്നോട്ട് കാണിച്ച് അവാർഡ് കെട്ടിപ്പിടിക്കുകയും ആലിംഗനമൊക്കെ ചെയ്യുന്നു. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞ ഒരു വിശദീകരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആസിഫ് അലിയുടെ കൂടെ ജയരാജ് അദ്ദേഹത്തെയും കൂടെ മിങ്കിൾ ചെയ്തുകൊണ്ട് ഈ അവാർഡ് വാങ്ങിക്കാം. അങ്ങനെയാണെങ്കിൽ ഇദ്ദേഹം ചെയ്യേണ്ടിയിരുന്നത് ആസിഫ് അലി അവിടെ പോയി ഇരുന്നപ്പോഴും ആസിഫ് അലിയെ തിരിച്ച് വിളിക്കണമായിരുന്നു. പക്ഷെ പെട്ടെന്നൊന്നും അങ്ങനെയുള്ള ചിന്തകളൊന്നും വരില്ല. ഇത് വന്നതിന് ശേഷമായിരിക്കും പിന്നെ ആ ഒരു ചിന്തയും, അയ്യോ അങ്ങനെ ഒരു അവമാനത്തിലുണ്ടായോ എന്നുള്ളതൊക്കെ ആ ഒരു യാഥാർത്ഥ്യബോധമൊക്കെ വരുന്നത് എന്നുള്ളതാണ്. ഇതങ്ങനെ വന്നുപോയി എന്നുള്ളത് മാത്രമാണ് എനിക്ക് ഈ ഒരു കാര്യത്തെക്കുറിച്ച് പറയാനുള്ളത്. ചിലപ്പോൾ മനഃപൂർവ്വം പുള്ളി അത് മനസ്സിൽ ചിന്തിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ ആ ഒരു സിറ്റുവേഷനിൽ യഥാർത്ഥത്തിൽ ഇപ്പോൾ ഞാനായിരുന്നാലും നമ്മളായിരുന്നാലും ആസിഫ് അലി ആയിരുന്നാലും അദ്ദേഹത്തിന് ഇൻസൾട്ടായിട്ട് തോന്നി. അതാണ് ഇതിനകത്തുള്ളൊരു യാഥാർത്ഥ്യം. കാരണം പൂർണ്ണമായിട്ട് രമേശ് നാരായണൻ അദ്ദേഹത്തെ നമ്മൾ അടച്ചാക്ഷിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. അദ്ദേഹം അത് ക്ഷമാപണം പറഞ്ഞിട്ടുമുണ്ട് എന്നുള്ളത് മനസ്സിലാക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. എനിക്ക് ഈ ഒരു കാര്യത്തെക്കുറിച്ച്, ഈ ഒരു സംഭവത്തെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഒരുപാട് പേര് എന്തായാലും രമേശ് നാരായണൻ അദ്ദേഹത്തെ തന്നെയാണ് തള്ളി പറയുന്നത്. നമ്മളത് കണ്ട ബേസിൽ ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞതാണ് കേട്ടോ. ഓക്കെ. അഥവാ പിന്നെ അദ്ദേഹം മനഃപൂർവ്വം മനസ്സിൽ തട്ടിക്കൊണ്ട്, അല്ലെങ്കിൽ മനഃപൂർവ്വം അദ്ദേഹം ആസിഫ് അലിയെ അവോയ്ഡ് ചെയ്യാൻ ശ്രമിച്ചു, അല്ലെങ്കിൽ ഇൻസൾട്ട് ചെയ്യാൻ ശ്രമിച്ചു എന്നുണ്ടെങ്കിൽ അത് വലിയ തെറ്റ്. അദ്ദേഹം ക്ഷമാപണം പറഞ്ഞല്ലോ, അതാണ് വേറൊരു കാര്യം. ജസ്റ്റ് വലത് കയ്യിൽ വാങ്ങിക്കുന്നതിന് പകരം ജസ്റ്റ് രണ്ട് കയ്യിൽ വാങ്ങിച്ചിട്ട് അദ്ദേഹത്തെ നിർത്തിക്കൊണ്ട് ആസിഫ് അലി നിൽക്കൂ, നമുക്ക് ജയരാജ് സാറിന് അദ്ദേഹത്തെ കൂടെ വിളിക്കാം എന്നുള്ള രീതിയിലൊന്ന് ഒരു കോൺവെർസേഷൻ നടത്തിയിരുന്നെങ്കിൽ അത് കുറച്ചുകൂടെ നന്നായേനെ. അപ്പോൾ ഇത് ഈ ഒരു വിഷയം വരികയും ഇല്ലായിരുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. ശരിയല്ലേ?